വെൽക്കം ടു സിംപ്ലിഫൈങ് ലോ. ഡോക്ട്രൈൻ ഓഫ് വൈക്കേരിയസ് ലയബിലിറ്റി. നമുക്കറിയാം, ടോർട്ടിൻ്റെ അണ്ടറിൽ ഒരു പേഴ്സൺ അയാളുടെ റോങ്ഫുൾ ആക്ട് കാരണം മാത്രമായിരിക്കും ലയബിൾ ആവുക, അല്ലാതെ മറ്റൊരാൾ തെറ്റ് ചെയ്തത് കൊണ്ട് നമ്മൾ ലയബിൾ ആവില്ല. എന്നാൽ അങ്ങനെ ആവുന്ന ഒരു ഡോക്ട്രൈനാണ് ഡോക്ട്രൈൻ ഓഫ് വൈക്കേരിയസ് ലയബിലിറ്റി. ഇവിടെ മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. അതായത് സെർവൻറ്റ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താലും അവിടെ മാസ്റ്റർ ലയബിൾ ആവും. ഇതിൽ നോക്കണ്ട ഒരു മാക്സിമാണ് ക്വി ഫാസിറ്റ് പെർ ഇലിയം ഫാസിറ്റ് പെർ സെ എന്ന് പറയുന്നത്. അതായത് മാസ്റ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ആണ് ഒരു സെർവൻറ്റ് എന്തെങ്കിലും ഒരു റോങ്ഫുൾ ആക്ട് ചെയ്താൽ. അപ്പോൾ ഒരു സെർവൻറ്റ് ഒരു റോങ്ഫുൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാസ്റ്റർ ആയിരിക്കും ലയബിൾ ആവുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു മാസ്റ്റർ അയാളുടെ സെർവൻറ്റിനോട് കാർ ഓടിക്കാൻ പറഞ്ഞിട്ട് ആ സെർവൻറ്റിൻ്റെ നെഗ്ലിജൻസ് കാരണം ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ മാസ്റ്റർ ആയിരിക്കും ലയബിൾ. കാരണം അവിടെ ഒരു മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അടുത്ത ഒരു മാക്സിമാണ് റെസ്പോണ്ടൻറ്റ് സുപ്പീരിയർ എന്ന് പറയുന്നത്. ലെറ്റ് ദ പ്രിൻസിപ്പിൾ ബി ലയബിൾ എന്നാണ്. ഇവിടെയും സെയിം ആണ്, ഒരു ജോയിൻറ്റ് ലയബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. കാരണം മാസ്റ്ററും സെർവൻറ്റിനും രണ്ടുപേർക്കും ഒരു ജോയിൻറ്റ് ലയബിലിറ്റി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈവൻ ദോ ദ സെർവൻ്റാണ് ഒരു നെഗ്ലിജൻസോ അല്ലെങ്കിൽ ഒരു റോങ്ഫുൾ ആക്ട് ചെയ്തതെന്നുണ്ടെങ്കിലും അവിടെ മാസ്റ്റർ ചെയ്തതുപോലെ തന്നെ ആയിരിക്കും കണക്കാക്കുന്നുണ്ടാവുക. അപ്പോൾ മാസ്റ്ററിനെ ആയിരിക്കും ലയബിൾ ആവുക. അതായത് സെർവൻറ്റിൻ്റെ ആക്റ്റിന് മാസ്റ്റർ ലയബിൾ ആവണമെങ്കിൽ നമുക്ക് രണ്ട് എസെൻഷ്യൽസ് ആണുള്ളത്. ദ ടോർട്ട് ഷുഡ് ബി കമ്മിറ്റഡ് ബൈ സെർവൻറ്റ് ആൻഡ് നോട്ട് ആൻ ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടർ. ഒരു റോങ്ഫുൾ ആക്ട് കമ്മിറ്റ് ചെയ്തത് സെർവൻറ്റ് ആയിരിക്കണം. അവിടെ ഒരു മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അല്ലാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടറാണ് അങ്ങനെ ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ലയബിലിറ്റിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു മാസ്റ്റർ അയാളുടെ സെർവൻറ്റിനോട് വണ്ടി ഓടിക്കാൻ പറഞ്ഞിട്ട് ആ സെർവൻറ്റിൻ്റെ നെഗ്ലിജൻസ് കാരണം ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാസ്റ്റർ ലയബിളാവും. നേരെ മറിച്ച് നമ്മളൊരാൾ ഒരു ടാക്സിയിൽ കയറിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ നമുക്ക് ലയബിലിറ്റി പറയാൻ പറ്റില്ല. കാരണം അതൊരു ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടറാണ്. അവിടെ ഒരിക്കലും ഒരു മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ് ഇല്ല. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് എസെൻഷ്യലാണ് ദ ടോർട്ട് ഷുഡ് ഹാവ് ബീൻ കമ്മിറ്റഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതായത് എംപ്ലോയ്മെൻറ്റിൻ്റെ സമയത്തായിരിക്കണം അങ്ങനെ ഒരു ആക്ട് നടന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവിടെ മാസ്റ്റർ വൈക്കേരിയസ്ലി ലയബിൾ ആവുള്ളൂ. ഇതിലും രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഒരു ഓതറൈസ് ചെയ്ത ആക്ട് ആയിരിക്കണം. അതായത് മാസ്റ്റർ ഏൽപ്പിച്ച ഒരു കാര്യമായിരിക്കണം ആ സെർവൻറ്റ് ചെയ്തത്. അത് ഒരു അൺഓതറൈസ്ഡ് വേയിലായിരിക്കണം ചെയ്തത്. അതായത് നെഗ്ലിജൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു അൺഓതറൈസ്ഡ് വേയിലായിരിക്കണം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളൊരു ഡോക്ട്രീനാണ് നോക്കാൻ പോകുന്നത്. ഡോക്ട്രിൻ ഓഫ് കോമൺ എംപ്ലോയ്മെൻറ്റ്. അതായത് ഒരു സെർവൻറ്റിൻ്റെ നെഗ്ലിജൻസ് കാരണമാണ് അവിടെ ഒരു റോങ്ഫുൾ ആക്ട് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മാസ്റ്റർ ലയബിൾ ആവില്ല എന്ന് പറയുന്ന ഡോക്ട്രീനാണിത്. ഇതിന് റൂൾ ഇൻ പ്രിസ്ലി വേഴ്സസ് ഫ്ലോയർ എന്ന് പറയും. ഇത് ഇംഗ്ലണ്ടിൽ അബോളിഷ് ചെയ്തു. ഇത് ശരിക്കും മാസ്റ്റേഴ്സിനുള്ള ഒരു ഡിഫെൻസാണ്. ഇതിൽ വരുന്നൊരു കേസാണ് റിക്കറ്റ് വേഴ്സസ് ടോ സ്റ്റൈലിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇതിൽ ഡി എന്ന് പറയുന്ന ആൾ ഒരു ഒമിനി ബസ്സിൻ്റെ ഓണറായിരുന്നു. ഇവിടെ ആ ബസ്സിലെ ഡ്രൈവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കണ്ടക്ടർക്ക് വണ്ടി ഓടിക്കാൻ കൊടുത്തു. അങ്ങനെ കണ്ടക്ടറിൻ്റെ നെഗ്ലിജൻസ് കാരണം അവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ആ ആക്സിഡൻറ്റ് പറ്റിയ ആൾ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്തു. ഇവിടെ കോർട്ട് പറഞ്ഞത് ഇതൊരു എംപ്ലോയ്മെൻറ്റിൻ്റെ ഇടയിൽ നടന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഡ്രൈവർ ചെയ്തത് തെറ്റായൊരു കാര്യമാണ്. അവിടെ ഒരു നെഗ്ലിജൻസ് ഡ്രൈവറിൻ്റെ ഭാഗത്താണ് ആദ്യം പറ്റിയത്. കാരണം ഓതറൈസ് ചെയ്തിട്ടുള്ള വർക്കല്ല ചെയ്തത്. അപ്പോൾ ഇവിടെ മാസ്റ്റർ ലയബിൾ ആണെന്ന് വന്നു. Thank you for joining me. I hope you found it helpful. Don't forget to like and subscribe for more law related contents. Thank you.